نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أرسلنا إلى من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരി, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നാദ്യമായി വസിയത്ത് ചെയ്യും. ഏറെ വേദനിക്കുന്ന മനസ്സുമായാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലൂടെ നാം കടന്നു പോകും. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മെപ്പോലെ സന്തോഷത്തോടെ പള്ളിയിൽ വന്ന് ജുമാ നമസ്കാരം നിർവഹിക്കുകയും പരസ്പരം സന്തോഷങ്ങളും സങ്കടങ്ങളുമൊക്കെ പങ്കിടുകയും ചെയ്ത നമ്മുടെ പല സഹോദരങ്ങളും ഇന്ന് പള്ളിപ്പറമ്പിൽ അവരുടെ ഖബറുകളിൽ അല്ലാഹുവിൻ്റെ വിധിക്ക് കീഴടങ്ങി കിടക്കുകയും ഇനിയും എവിടെയാണ് എന്നറിയാത്ത അതിശക്തമായ ഒഴുക്കിൽപ്പെട്ട് വയനാട് മുതൽ അങ്ങ് നിലമ്പൂർ വരെയുള്ള ആ ഒഴുക്കിൻ്റെ ഏത് കരയിലാണ് ഒഴുകിപ്പോയ മണ്ണിൻ്റെ എത്ര ആഴത്തിലാണ് എന്നറിയാത്ത ഒട്ടേറെ സഹോദരങ്ങൾ വേറെയും. ഒരിക്കലും അവരാരും മുന്നിൽ കാണുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു കാര്യം.
മരണം 300-നും മുകളിലെത്തിയിരിക്കുന്നു എന്ന് ഔദ്യോഗിക കണക്കുകൾ തന്നെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അതിദാരുണവും ഹൃദയഭേദകവുമായ ദൃശ്യങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കട്ടെ. സ്വാഭാവികമായും ഇത്തരം ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മെ അതെങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് എന്നതാണ് നാം പരിശോധിക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരിക്കുക തന്നെ ചെയ്യും. ആ മരണം അനുഭവിക്കാതെ ഒരാൾക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. വനബലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ആ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ കടന്നുപോകുന്ന സമയം അത് പരീക്ഷണങ്ങളുടെ കാലമാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടും പരീക്ഷണങ്ങൾ ഉണ്ടാകും. നന്മയാണെന്ന് നാം വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ തിന്മയായി മാറുകയും അതുകൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുകയും ചെയ്തേക്കാം. ഇത്തരം ഘട്ടങ്ങളിൽ നാം സാധാരണ ഓതിക്കേൾപ്പിക്കാറുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള ആയത്തുകൾ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന്. പരീക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും. വൽ ജൂഅ്, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക നഷ്ടം. വൽ അൻഫുസ്, ശാരീരിക നഷ്ടം. വസ്സമറാത്ത്, കാർഷിക നഷ്ടം, വിഭവങ്ങളിലുള്ള നഷ്ടം. ഇതൊക്കെ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. സത്യത്തിൽ ഈ പറഞ്ഞ എല്ലാം ഒത്തുചേർന്ന ഒരു ഘട്ടത്തിലൂടെയാണ്, അവസ്ഥയിലൂടെയാണ് വയനാട്ടിലെ നമ്മളുടെ സഹോദരങ്ങൾ കടന്നു പോകുന്നത്. ഖൗഫുണ്ട് അവർക്ക്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഓരോ നിമിഷവും അടുത്ത മണ്ണിടിച്ചിലിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. രക്ഷപ്പെട്ടവരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഭയം വിട്ടുമാറിയിട്ടില്ല. നമ്മൾ പള്ളിയിലേക്ക് കുളിച്ചൊരുങ്ങി വരുന്ന സമയമാണ് നമ്മൾ കേൾക്കുന്നത് ഒരു വീട്ടിൽ കുടുങ്ങിയ ഏതാനും ആളുകളെ 4 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളത്. ഭയം തന്നെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടിട്ടില്ലേ നിങ്ങൾ? മാതാപിതാക്കൾ ഒരു രാത്രി കൊണ്ട് ഒഴുകിപ്പോയ മക്കളുണ്ട് ആ കൂട്ടത്തിൽ. ഒരു വീടിന്റെ ഒരകത്ത് കിടന്നുറങ്ങി രക്ഷപ്പെടുകയും മരണപ്പെടുകയും ചെയ്ത ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. നേരത്തെ പറഞ്ഞതുപോലെ നാളെ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ആലോചിച്ച് വൈകുന്നേരം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് നോക്കൂ. എത്രയെത്ര തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു ഓരോ ദിവസവും. രാത്രി അവസാനം പിരിയുമ്പോ ശരി, എന്നാ നമുക്ക് നാളെ കാണാം, നാളെ അങ്ങനെ ചെയ്യാം. ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ശരി ഇന്ന് വൈകുന്നേരം മഴയല്ലേ, നമുക്ക് നാളെ പോകാം. നാളെ നാളെ എന്ന് നമ്മൾ പറയാത്ത ഒരിന്നും നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. അങ്ങനെ നാളെയെക്കുറിച്ച് എന്തൊക്കെ ആലോചിച്ച മനുഷ്യരാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മണ്ണിനടിയിലേക്ക് പോയത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഭയമുണ്ട്, ജൂഴ്, പട്ടിണിയുണ്ട്.
അതുകൊണ്ടാണല്ലോ എല്ലാ നാടുകളിൽ നിന്നും നിങ്ങൾ കഴിയുന്ന ഭക്ഷണം എത്തിക്കുക എന്ന് ആദ്യ നിമിഷങ്ങളിൽ തന്നെ സർക്കാർ തലങ്ങളിലും അല്ലാത്ത തലങ്ങളിലുമൊക്കെ അറിയിപ്പുകൾ ഉണ്ടാവുകയും നമ്മളത് അയച്ചു കൊടുക്കുകയും ചെയ്തത്. പട്ടിണിയുണ്ട്, സാമ്പത്തിക നഷ്ടം അല്ലേ? അവരുടെ വരുമാന മാർഗങ്ങൾ ഒലിച്ചു പോയിരിക്കുന്നു, കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതായിരിക്കുന്നു, തൊഴിലിടങ്ങൾ ഇല്ലാതായിരിക്കുന്നു, കൃഷിസ്ഥലങ്ങൾ ഇല്ലാതായിരിക്കുന്നു, അവരോടൊപ്പമുള്ള ആളുകൾ മരണപ്പെട്ടു പോയിരിക്കുന്നു. ഈ പറഞ്ഞ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോവുകയാണ് അവിടെയുള്ള നമ്മളുടെ സഹോദരങ്ങൾ. ബാക്കിയുള്ളവരോട്, ജീവിച്ചിരിക്കുന്നവരോട്, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരോട്, അഥവാ ഇത്തരം ഒരു അനുഭവം ഇനിയും ഉണ്ടാകാം എന്ന്, എവിടെയും ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നവരോട് അല്ലാഹു പറയുന്നു, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുക, ഇത് പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയും അള്ളാഹുവിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് വിജയിക്കുന്നത്. നിരാശന, ഇതെന്തൊരു പടച്ചവനാണ്, ഇങ്ങനെ എന്തൊരു റബ്ബാണ്, എന്തിനാണ് അള്ളാഹു ഇത് ചെയ്യുന്നത് എന്നല്ല, ഇത് ജീവിതമാണ്. ആ ജീവിതം പരീക്ഷണമാണ്. നന്മയുണ്ടാകാം, തിന്മയുണ്ടാകാം. ആ പരീക്ഷണങ്ങളിൽ നമുക്കറിയുന്നത് മാത്രമാണ് നാം ഈ കാണുന്നത്. അതിനപ്പുറത്തറിയുന്ന, ഈ ലോകം നിയന്ത്രിക്കുന്ന റബ്ബ്, ആ റബ്ബിന്റെ ചില തീരുമാനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ തീരുമാനങ്ങളിൽ, ആ റബ്ബിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുകയും ക്ഷമിക്കുകയും, പിന്നെയോ തുടർന്ന് അല്ലാഹു പറയുന്നുണ്ടല്ലോ, അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരു വിശ്വാസമായി സ്വീകരിക്കുക എന്നത് അള്ളാഹ്ക്കുള്ളതാണ്, നമ്മൾ അള്ളാഹുവിനുള്ളതാണ്. ആ അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരുമാണ്. ആ ഒരു ബോധത്തോടുകൂടി ജീവിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ഈ പരീക്ഷണങ്ങൾ. അത് മനസ്സിലാക്കുക. നമ്മൾ, രണ്ടാമത്തെ കാര്യം, നമ്മൾ എത്രമാത്രം ദുർബലരാണ് എന്ന് ഇതും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞയാഴ്ച നമ്മളത് സൂചിപ്പിക്കുകയുണ്ടായി, മനുഷ്യന്റെ ദൗർബല്യത്തെ കുറിച്ച്. എന്ത് ചെയ്യും നമ്മൾ? എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാകും, ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാകും. വസ്തുതകളായതും വസ്തുതകൾക്ക് നിരക്കാത്തതും ഒക്കെയായ ഒരുപാട് ന്യായങ്ങളും കാരണങ്ങളും പറയാനുണ്ടാകും. പക്ഷേ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ദരിദ്രന്മാരാണ്, അള്ളാഹുവിന്റെ അരികിൽ ദരിദ്രന്മാരാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടുക എന്നുള്ളതല്ലാതെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ, അവന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന സമയങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയും. ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ അള്ളാഹു നൽകിയ കഴിവും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് പരസ്പരം സഹായിക്കാം, സഹകരിക്കാം. രക്ഷാപ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ നടത്താം. അതിനപ്പുറത്ത് മറ്റെന്താണ്? ആ റബ്ബിലേക്ക് കൈ ഉയർത്തുകയും ആ റബ്ബിനോട് യാചിക്കുകയും ചെയ്യുക എന്നതല്ലാതെ. തൗഹീദിന്റെ, തവക്കുലിന്റെ വലിയ പാഠങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത്. ആ റബ്ബ്, അവനിൽ മാത്രമാണ് പ്രതീക്ഷ, അവനിൽ മാത്രമാണ് പ്രതീക്ഷ അർപ്പിക്കാനുള്ളത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്. മറ്റാർക്കും, ഒരു മനുഷ്യനും, ഒരു ശൈഖിനും, ഒരു ബീവിക്കും, ഒരു തങ്ങൾക്കും, ഒരു സിദ്ധനും നാളെ മരിച്ചു കഴിഞ്ഞാൽ ഖബറുകൾ കെട്ടിപ്പൊക്കപ്പെടാനായി കാത്തു നിൽക്കുന്ന ഒരുപാട് പുണ്യപുരുഷന്മാരുണ്ടല്ലോ നമ്മളുടെ ചുറ്റും, അല്ലേ? അവരിത് മരിച്ചു കിട്ടിയാ മതി. അവരുടെ ഖബറുകൾ എവിടെയാണ് കെട്ടിപ്പൊക്കേണ്ടത് എന്നുവരെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. ഒരാൾക്കും മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. ആ റബ്ബിന്റെ മുമ്പിൽ അവനിൽ ഭരമേൽപ്പിക്കാൻ, അവനിൽ തവക്കുലാക്കാൻ, അതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ തെറ്റായ ഇടപെടലുകൾ
ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസി ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. കടലിലും കരയിലും ഫസാദ്, കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, ഇത്തരം ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പലരും നൽകിയ മുന്നറിയിപ്പുകളുണ്ട്. മലകളിൽ, വനപ്രദേശങ്ങളിൽ, കുന്നിൻ ചെരുവുകളിൽ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യാഗ്രഹത്തിന്റെ കയ്യേറ്റത്തെക്കുറിച്ച് പറഞ്ഞവരും മുന്നറിയിപ്പ് നൽകിയവരുമുണ്ട്. എത്രമാത്രം അത് പാലിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മൂന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. നാലാമത്തെ ഒരു കാര്യം, ഇത്തരം ദുരന്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് മുന്നിൽ വിനയാന്വിതരാവുക എന്നുള്ളതാണ്. അള്ളാഹുവിന് മുന്നിൽ വിനയത്തോടു കൂടി നിൽക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള ഒരു സംഭവം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസ്ഫത്തിർ റിഹ് ഖാൽ, കാറ്റ് അതിശക്തമായി അടിച്ചു വീശുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ, ഈ കാറ്റിൽ എന്തൊക്കെ നന്മയാണോ ഉള്ളത് ആ നന്മയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ആ കാറ്റ് എനിക്ക് നന്മയായി മാറ്റണമെന്നാണ് റബ്ബേ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ ആ കാറ്റിൽ എന്തൊക്കെ നന്മകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ അതെനിക്ക് നൽകണമേ എന്നാണ് പറയാനുള്ളത്. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. ആ കാറ്റിന്റെ തിന്മയിൽ നിന്ന്, ആ കാറ്റിൽ ഉൾക്കൊള്ളുന്ന തിന്മയിൽ നിന്ന്, ആ കാറ്റടിച്ചു വീശുന്നതിലൂടെ ഉണ്ടാകുന്ന തിന്മയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇതുപോലെ അതിശക്തമായ മഴയുടെ സന്ദർഭങ്ങളിൽ, ഇടിയുടെ സന്ദർഭങ്ങളിൽ ഒക്കെയുള്ള പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമയത്തുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാലത്ത് വൈദാ തഖയ്യലത്തിസ് സമാഉ തഗയ്യറ ലൗനുഹു. ആകാശം മേഘാവൃതമാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം മാറും. വഖറജ വദഖൽ, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, റൂമിലേക്ക് കയറും. വഅഖബല വഅദ്ബർ, അല്ലാഹുവിന്റെ റസൂൽ മുന്നോട്ടും പിന്നോട്ടും നടക്കും, അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. അസ്വസ്ഥനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദാ മതറത് സുരി അൻഹു, മഴ പെയ്യുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അവസ്ഥക്ക് മാറ്റമുണ്ടാകുന്നത്. ഫഅറഫത് ദാലിക ആയിഷ ഫസഅലതു, ഇത് മനസ്സിലാക്കിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഇത് മഴയല്ലേ, ഈ മഴക്കാറുണ്ടാകുമ്പോ അങ്ങ് എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടി, ലഅല്ലഹു യാ ആയിഷ കമാ ഖാല ഖൗമു ആദ് ഫലമ്മാ റഅൂഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദുൻ മുംതിറുന. ആദ് സമൂഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ മുകളിൽ മേഘം ഇങ്ങനെ കനം തൂങ്ങി നിന്നപ്പോ അവര് പറഞ്ഞു എന്നാണ്, ഹാദാ ആരിദുൻ മുംതിറുന, ഇതാ നല്ല മഴമേഘം വരികയാണല്ലോ, മഴ ഇപ്പൊ പെയ്യല്ലോ എന്ന് സന്തോഷത്തോടുകൂടി അവര് പറഞ്ഞിരുന്നു. പക്ഷേ ആ മഴ അവരുടെ ഒടുക്കത്തെ മഴയായിരുന്നു, അവരെ നശിപ്പിച്ച മഴയായിരുന്നു. ആയിഷ, അങ്ങനെയും ഒരു മഴയുണ്ടല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ബേജാറുണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഞാൻ അസ്വസ്ഥനാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്ന്. അല്ലാഹുവിന്റെ റസൂല് മഴയെ അങ്ങനെയാ കണ്ടിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വൽ ളറാഇ ലഅല്ലഹും യതളറഊൻ. മുൻകാല സമൂഹങ്ങളിലേക്ക് നാം പരീക്ഷണങ്ങൾ നൽകുകയുണ്ടായി. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഇതൊക്കെ നാം അവർക്ക് നൽകി. ലഅല്ലഹും യതളറഊൻ, എന്തിനാണ് ഇത് നൽകിയത്? അവർ വിനയമുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്.
അള്ളാഹുവിലേക്ക് വിനയമുള്ളവരായി തീരുവാനാണ് ഇത്തരം പരീക്ഷണങ്ങൾ അവർക്ക് നൽകിയത്. ഫലൗലാ ഇദ് ജാഅഹും ബൗസനാ തളറഉ വലാകിൻ ഖസത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ. എന്നാൽ ഉണ്ടായത് എന്താ? അവര് വിനയമുള്ളവരായില്ല. അവരുടെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ഒരു പാഠവും പഠിക്കാത്ത ആളുകളായി അവർ മാറിപ്പോയിരുന്നു. അവർ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്ന് പിശാച് അവർക്ക് തോന്നിക്കുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കുക. ഈ സംഭവം നടന്നത് മുതൽ നിരന്തരമായി ദൃശ്യമാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു നാം. അവിടെയുള്ള ഓരോ ചലനങ്ങളും പല മാധ്യമങ്ങളും നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്, നമ്മൾ വിഷമിക്കുന്നുണ്ട്, നെഞ്ചിൽ കൈവെക്കുന്നുണ്ട്, പടച്ചവനെ എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കാണുമ്പോ കരഞ്ഞു പോകുന്നുണ്ട് നമ്മളോടൊക്കെ. നമ്മൾ കേട്ടല്ലോ ഇന്നൊരു വാർത്ത, ഒരു മാതാവിന്റെ, ഒരു സ്ത്രീയുടെ ശബ്ദം. അവര് പറയാൻ, ഞങ്ങള് നടന്നു പോകുമ്പോ, രക്ഷപ്പെട്ടു പോകുമ്പോ ഒരു കാട്ടാനയുടെ മുന്നിലാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ ആനയോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടു വരികയാണ്. ആ സ്ത്രീ പറയുന്നു, ഞങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ ആ ആനക്കിടെ കണ്ണിൽ നിന്ന് വെള്ളമൊഴുകുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ നേരം വെളുപ്പിച്ചത് ആ ആനയുടെ കാലിന്റെ ചുവട്ടിൽ കടന്നുകൊണ്ടാണ് എന്ന്. ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. പക്ഷേ ഞാനും നിങ്ങളും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ദുരന്തമുണ്ടായി ഇതുവരെ ഉണ്ടായ നിമിഷങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. എന്തെങ്കിലും ഒരു മാറ്റം. ഒരു സുന്നത്ത് നിസ്കാരം നമ്മൾ അധികം നിസ്കരിച്ചു, ഒരു പേജ് ഖുർആൻ നമ്മൾ അധികം ഓതിയോ, ഒരു ദിക്റ്, ഒരു സ്വലാത്ത്, ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, എന്താ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അധികം ചെയ്തത്? നമ്മളൊന്നും സുരക്ഷിതരൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകളായിരുന്നു അവരും. അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയും ഈ ഖുതുബ നടത്തുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ആരൊക്കെ ഉണ്ടാകും? 300ഓളം ആളുകൾ. ആലോചിച്ച് നോക്ക്, 300ഓളം ആളുകൾ, ഒന്നും രണ്ടുമല്ല. എന്തുണ്ടായി? നമ്മളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം? അള്ളാഹുവിനോട് ഇതാണല്ലോ ലഅല്ലഹും യതളറഊൻ, വിനയമുള്ളവരായി തീരാൻ അള്ളാഹു പറഞ്ഞത്. എന്ത് വിനയമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായത്? എന്ത് അടുപ്പമാണ് റബ്ബിനോട് നമുക്കുണ്ടായത്? പ്രിയപ്പെട്ടവരെ, ഇത്തരം ദുരന്തങ്ങൾ നമ്മളോട് പറയുന്നത് അതാണ്. ജീവിച്ചിരിക്കുന്ന നമ്മോട് പറയുന്നത് അതാണ്. നിങ്ങൾ വിനയമുള്ളവരായി തീരുക, നിങ്ങൾ റബ്ബിലേക്ക് അടുക്കുക എന്ന നമ്മളോട് പറയുന്നത്. അത് കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണം ഉറപ്പാണ്. എന്തായാലും ദുരന്തങ്ങളിലായാലും അല്ലെങ്കിലുമൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ കുറച്ച് ദിവസം നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനപ്പുറം ഇതൊന്നും ഉണ്ടാവില്ല. ഖസത് ഖുലൂബുഹും വലാകിൻ ഖസത് ഖുലൂബുഹും എന്ന അല്ലാഹു പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം കടുത്തു. അതെന്തായാലും വ്യക്തിപരമായതാണെങ്കിലും അങ്ങനെയാണല്ലോ. എന്റെ പിതാവ് മരണപ്പെട്ടാൽ കുറെ ദിവസം എന്റെ മനസ്സിൽ അതുണ്ടാകും. എന്റെ സഹോദരൻ അപകടത്തിൽ മരണപ്പെട്ടാൽ കുറച്ച് ദിവസം എന്റെ മനസ്സിൽ അതുണ്ടാകും. എന്റെ വീട്ടിലൊരു ദുരന്തമുണ്ടായാൽ കുറച്ച് ദിവസം ഉണ്ടാവും. അതിനപ്പുറം അത് എല്ലാ കാലവും ഓർമ്മിച്ച് നടക്കണമെന്നല്ല, മറിച്ച് അത് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, അള്ളാഹുവിന് കൂടുതൽ കീഴടങ്ങുവാൻ, റബ്ബ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായി ചെയ്യുവാൻ നമുക്കൊരു പാഠമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പാഠം ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. ഈ ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു അവരുടെ പരലോക ജീവിതം എളുപ്പമാക്കി കൊടുക്കട്ടെ. ദുനിയാവിൽ അവരനുഭവിച്ച വേദനയും പ്രയാസങ്ങളുമുണ്ട്. അവരുടെ വിശ്വാസവും അവരുടെ നിയ്യത്തും അവരുടെ ജീവിതവും ഒക്കെ അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നന്മകൾ നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ മുസീബത്തിൻ യുസാബു ബിഹൽ മുസ്ലിം ഇല്ലാ കുഫിറ ബിഹാ അൻഹു ഹത്ത ശൗകതി യുശാഖു. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവൻ നടന്നു പോകുമ്പോൾ അവന്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളാണെങ്കിലും ശരി, അതിനനുസരിച്ച് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന്. അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഈ ദുരന്തത്തിൽപ്പെട്ട വിശ്വാസികൾക്ക് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇതിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. മാനസികമായി തകർന്നു പോവുകയും തളർന്നു പോവുകയുമല്ല. അജബൽ ലി അംറിൽ മുഅ്മിൻ, നമ്മൾ പലപ്പോഴും ഉദ്ധരിച്ച ഹദീസാണ്. വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. കാരണം അവൻ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അവന്റെ ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കും ഇല്ല. ഇൻ അസാബതുഹു സറാഉ ശകർ, എന്തെങ്കിലും ഒരു ദുരന്തം അവൻ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു സന്തോഷം അവനുണ്ടായാൽ അവൻ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. വൈൻ അസാബതുഹു ദർറ, പ്രയാസങ്ങൾ ഉണ്ടായാലോ സ്വബർ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്, ക്ഷമ തന്നെയാണ്. നമ്മുടെ ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ, അടുത്തവർ ഒക്കെ ഈ ദുരന്തങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടാകാം. ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. അതിന്റെ പേരിൽ ക്ഷമിക്കുന്നത് പോലും പ്രതിഫലമാണ് എന്ന് മരണപ്പെട്ടവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അശ്ശുഹദാ ഖംസ, 5 പേർ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന്. അതിലൊന്ന് ഈ മുങ്ങി മരിച്ച ആളുകളാണ്. ഈ ദുരന്തത്തിൽ മരണപ്പെടുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അവർ രക്തസാക്ഷികളാണ് എന്നാണ്. അല്ലാഹുവേ, ആ മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള വിശ്വാസികൾക്ക് നീ രക്തസാക്ഷികളുടെ പദവി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളതാണ്. ഇനി ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരാണവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, 1 മുതൽ തുടങ്ങേണ്ടവർ. നിങ്ങൾ കണ്ടിട്ടില്ലേ അവിടത്തേക്ക് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ തലത്തിലായാലും അല്ലാതെയും ഒക്കെ വന്ന പരസ്യങ്ങൾ? അടിവസ്ത്രങ്ങൾ വരെ ആവശ്യമായി വന്നിരിക്കുന്നു അവർക്ക്. സുഖിച്ചുറങ്ങാൻ വലിയ കമ്പിളി പുതുപ്പുകളല്ല, ഒന്നും മാറ്റിയിടാൻ അടിവസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളുടെ സഹോദരങ്ങൾ ഉള്ളത്. അവിടെ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു അവരുടെ ജീവിതം. അവിടെ നിന്ന് തുടങ്ങണം അവരുടെ ജീവിതം. അത് തുടങ്ങാൻ അവരുടെ കയ്യിൽ നീക്കിയിരിപ്പുകളൊന്നുമില്ല. ഒന്നും നീക്കിയിരിപ്പില്ലാത്ത പാവപ്പെട്ടവരാണ് ആ മനുഷ്യർ. ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസുകൾ ഉള്ളവരല്ല ഈ മണ്ണിനടിയിൽ പോയവരൊക്കെ. ആര് അവരെ സഹായിക്കും? അതാണ് നേരത്തെ പറഞ്ഞ വിനയത്തിന്റെ മറ്റൊരു മാതൃക. നമ്മളാണത് ചെയ്യേണ്ടത്. അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹത്തിൽ നിന്ന് നമ്മളാണ് അവർക്ക് നൽകേണ്ടത്. എന്ത് നൽകാൻ കഴിയും എന്ന് നമ്മൾ ആലോചിക്കുക. കേരള ദൂത്തുൽ മുജാഹിദീൻ അതിന്റെ ഇത്തരമൊരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ അതിന്റെ നേതൃ സമിതി യോഗം ചേരുകയും ഈ മേഖലയിൽ പരിചയമുള്ള ആളുകളെ കൂടി വിളിച്ചു ചേർത്തുകൊണ്ട്, അതേപോലെ ആ പ്രദേശത്തുള്ള ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് യോഗം ചേരുകയും കൃത്യമായ പദ്ധതികൾ അതിന് തയ്യാറാക്കുകയും ചെയ്തിരിക്കുകയാണ്.
പുനരധിവാസ പദ്ധതി അടക്കം ഇപ്പോൾ നൽകുന്ന ഈ താൽക്കാലികമായ സഹായങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം. അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് ഈ പറഞ്ഞതുപോലെ വസ്ത്രം വേണം. അതേപോലെ ഇത് അവസാനിക്കുമ്പോ അവർക്ക് ഓരോരുത്തർക്കും ചെന്ന് കയറാൻ വീട് വേണം. എന്നും ആളുകളുടെ മുമ്പിൽ കൈനീട്ടി ഈ ദുരന്തത്തിന്റെ ഇരകളായി കൈനീട്ടി ജീവിക്കേണ്ടവരല്ല അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബാക്കിയാക്കിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവശേഷിപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമുക്ക് നൽകിയത് അവരെ കാണുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും കൂടിയാണ്. അതുകൊണ്ട് ആ ആളുകളെ യാചകരാക്കുകയല്ല, അവർക്ക് തൊഴിലിടങ്ങൾ നൽകണം, അവർക്ക് കൈത്തൊഴിലുകൾ നൽകണം, തൊഴിലുപകരണങ്ങൾ നൽകണം. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ വിശാലമായ പദ്ധതിയാണ് നമ്മൾ അതിനുവേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇന്ന് അതിന്റെ ഫണ്ട് കളക്ഷൻ നടക്കുകയാണ്. കയ്യിൽ കാശുള്ള ആളുകൾ എത്രയാണോ നിങ്ങൾക്ക് ഒന്നും അധികമാവുകയില്ല എന്ന് മനസ്സിലാക്കി സഹായിക്കുക. ഓൺലൈനായി നിങ്ങൾക്ക് ക്യാഷ് അടക്കാനുള്ള QR കോഡ് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതില് പണമടക്കാൻ കഴിയുന്നവർ അങ്ങനെ പണമടക്കുക. ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഈ സംരംഭവുമായി സഹകരിക്കാൻ കഴിയും, ഇനി ഇപ്പോഴല്ല, പിന്നീട് ഒന്നുകൂടി ആലോചിച്ചിട്ട് കൂടുതൽ തുക നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങനെ നൽകുക. ഈ പള്ളിയുടെ ഭാരവാഹികളുമായി ബന്ധപ്പെടുക. ഒരാൾക്ക് പോലും മാറി നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇതിൽ നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ദുരന്തങ്ങളിൽ മരണപ്പെട്ട ആളുകൾക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, രക്ഷപ്പെട്ട ആളുകൾക്ക് നീ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാം നഷ്ടപ്പെട്ട് ജീവനും ജീവിതവും മാത്രം തിരിച്ചു കിട്ടിയ ഞങ്ങളുടെ സഹോദരങ്ങൾ ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണമേ റഹ്മാനെ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുണ്ട്, ഇണകൾ നഷ്ടപ്പെട്ട സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് റബ്ബേ. നീയാണ് അവർക്ക് സഹായം, നീ സഹായിക്കണമേ റഹ്മാനെ. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.